ബ്രോക്കോളി വെച്ചിട്ടുള്ള ഒരു പലഹാരമാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ബ്രോക്കോളി നല്ലവണ്ണം ആയിട്ടുണ്ട്. ഇതെന്താ ഒരു വളമൊന്നുമില്ലാണ്ട് ആകെ 2 രൂപയെ തയ്ക്കുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് മുറിച്ചെടുക്കാം. വേണ്ട അടിപൊളി ഒത്ത വലിപ്പമൊക്കെ ഉണ്ട്. എൻ്റെ ബ്രോക്കോളി പറിച്ച് എടുത്തിട്ടുണ്ട്. അപ്പം അതിൽ ഞാൻ കുറച്ചെടുത്തിട്ട് വേറെ ഇതാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ബാക്കിയുള്ളത് ഇത്. അപ്പം ഇതിനെ കൊണ്ട് നമുക്കൊരു പലഹാരം ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ചെറുങ്ങനെ മുറിച്ചെടുക്കണം. പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് വേണം. പിന്നെ പച്ചമുളക്, തക്കാളി, ഉള്ളി, കരിവേപ്പില, മല്ലിച്ചപ്പ്. അപ്പോൾ ഇത് നമുക്ക് മുറിച്ചെടുക്കാം. ബ്രോക്കോളി ചെറുങ്ങനെ മുറിച്ചെടുക്കുക. എന്നിട്ട് ഇത് മസാലയാക്കാം. നല്ല വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് വെറുതെ എന്താ പറയുക ചെറുങ്ങനെ കുക്ക് ചെയ്തിട്ട് നമ്മൾ കഴിക്കും. അപ്പോൾ അങ്ങനെ ആക്കിയതിനാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളതായിട്ട് ഒന്ന് വറുത്തിട്ട് 2 പ്രാവശ്യം വെക്കാനുള്ള ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കി കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഡിഷ് ഉണ്ടാക്കാം. ഇത് വളമൊന്നും ഇല്ലാത്തതുകൊണ്ട് സൂപ്പറായത്. ഞാൻ ബ്രോക്കോളി ചെറുങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഒരു മസാലയാക്കാം. പിന്നെ കുറച്ച് കടലപ്പൊടി വേണം. അപ്പോൾ ഈ മസാല ആക്കിയിട്ടാണ് അത് വേണ്ടു. അപ്പോൾ നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ ബ്രോക്കോളി ആക്കാൻ വേണ്ടി മസാലയൊക്കെ ഞാൻ ഇത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കൊടുക്കാം. ഇതധികം കുക്കാവേണ്ട, ചെറുങ്ങനെ ഒന്ന് വാട്ടിയെടുത്താൽ മതിയല്ലോ. ഇത് ഒന്ന് വാട്ടിയിട്ടെടുക്കാം. പിന്നെ ചെറിയ കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. ബ്രോക്കോളി അധികം വെന്ത് പോകും, ഇതാവരുത്. ചെറുങ്ങനൊന്ന് വാടി ഇതാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. പൊടിച്ചത് നമ്മൾ കട്ട്ലേറ്റിനൊക്കെ വേവിച്ച് പൊടിക്കുന്നത് പോലെ വേവിച്ച് പൊടിച്ചതാണ്. അപ്പം അധികം ഇതാവണ്ട, മസാല അങ്ങ് വല്ലാണ്ട് കുക്കാവുന്നു കൊണ്ട് ചെറുങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതായാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ലേശം മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി. നമ്മൾ പച്ചമുളക് ഇട്ടിനല്ലോ, അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഉരുളക്കിഴങ്ങ് വെന്തതാണല്ലോ, വെന്തൊടിച്ചതല്ലേ. അപ്പം അതൊന്ന് ഇതാക്കിയിട്ട് നമ്മൾ ബ്രോക്കോളി ഇട്ട് കൊടുക്കണ്ട. നല്ല പച്ച കളറുള്ള, നമുക്ക് വേണമെങ്കിൽ ഇതിലൊരു മുട്ട പൊട്ടിച്ചിട്ട് മസാലയിലാക്കുക. അല്ലേ ചിക്കനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതാക്കിയിടാം. അത് യോജിപ്പിച്ച് കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് നമ്മളെ മല്ലിച്ചപ്പും കരിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇത് അധികം വെന്ത് പോകണ്ട, ഇങ്ങനെ നമ്മളിത് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വെന്ത് പോകണ്ട. പിന്നെ കുറച്ച് ചിക്കൻ മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിത് വാങ്ങി വെക്കാം. ആയിട്ടുണ്ട്, ഇതായിട്ടുണ്ട്. നമുക്കിത് ഓഫാക്കി കൊടുക്കാം. കുറച്ച് കടലപ്പൊടിയിൽ കുറച്ച് മഞ്ഞൾ, മുളക്, പിന്നെ കുറച്ച് കരിവേപ്പിലയും മല്ലിച്ചപ്പും, പിന്നെ ഒരു മുട്ടയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് നല്ലോണം കലക്കി നമ്മൾ ബ്രോക്കോളി പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കാം. നമുക്ക് അത് ഇതാവണ്ട, നമ്മൾ എന്താ പറയുക
ബോണ്ടയൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇതാക്കൂല അതേപോലെ, പക്ഷെ അതിൽ മുട്ട കൂട്ടില്ല. ഇതിൽ മുട്ട കൂട്ടിയിട്ട് നമുക്കിത് നല്ലോണം കലക്കിയെടുക്കാം. ഇതുപോലെ കേട്ടോ, അധികം ലൂസാകരുത്. നമുക്കായി ഇതിൽ ഫില്ലിങ്ങിൽ മുക്കിയാൽ അതിൽ പിടിക്കുന്ന രീതിയിൽ മുട്ടയും കടലപ്പൊടിയും മല്ലിച്ചപ്പും പിന്നെ മഞ്ഞൾ, മുളക്, ഉപ്പ് ഇത് നമുക്ക് പൊരിച്ചെടുക്കാം. കണ്ടോ, ഇതിൻ്റെ മസാല ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറിയ ബോളുകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. നമുക്ക് എന്ത് ഷേപ്പ് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാം. ഞാൻ ഇങ്ങനെ ബോളുകളെ പോലെ ഇതുണ്ടോ, ഇങ്ങനെ ചെറിയ ഇതുപോലെ ആക്കിയിട്ട് നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാം. എന്നിട്ട് നമുക്കിത് കടലപ്പൊടിയിൽ മുക്കി പൊരിച്ചെടുക്കണ്ടാണ്. പ്രത്യേകിച്ച് നമുക്ക് ഉരുട്ടിയെടുത്ത് ഇതേപോലെ ചെറിയ ബോളുകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ഇതുണ്ടോ, ഇതുപോലെ ആക്കിയെടുക്കല്ല. നമ്മൾ തന്നെ നട്ട് പറിച്ചെടുക്കുമ്പോൾ നമുക്കൊരു നല്ല ഇഷ്ടം. ഇങ്ങനെയൊക്കെ ആക്കുമ്പോൾ ഒരു വളങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ആക്കിയെടുക്കുമ്പോൾ നല്ലൊരു, നമുക്കിത് എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മളൊരു സാധനം നട്ട് അത് പറിച്ച് അത് കുക്ക് ചെയ്യുമ്പോഴുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും ഒരു സന്തോഷമായിരിക്കും. പിന്നെ എന്താ പറയുക, ബ്രോക്കോളി എല്ലാത്തിനും നല്ല എന്താ പറയുക, നല്ല വിറ്റാമിനുള്ള സാധനമാണ്. ഇതുപോലെ ചെറിയ ബോളുകളാക്കിയിട്ട് എടുക്കുക. ഇത് വേണ്ട, നമുക്ക് ഇത് തേച്ച് ഇതുപോലെ ആക്കിയെടുക്കാം. നമ്മുടെ ബ്രോക്കോളി പൊരിക്കാൻ വേണ്ടി ഞാൻ ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഈ മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ മാവിൽ മുക്കിയിട്ട് ഇതുണ്ടോ, ചെറിയ ചട്ടി ആയതുകൊണ്ട് കുറേയൊന്നും ഇടാൻ പറ്റില്ല. കുറച്ച് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റായിരിക്കും. നമുക്ക് കോളിഫ്ലവർ കൊണ്ട് ഇങ്ങനെ ആക്കട്ടോ. ഇത് ഫ്രൈ ആയി വരട്ടെ. ഇത് മറിച്ചിട്ട് കൊടുക്കാം. ഇത് ഒരു വശം പൊരിഞ്ഞ് വന്നിട്ട് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ എന്താ പറയുക, ഉരുളക്കിഴങ്ങ് ബോണ്ടയാക്കൂലേ, അതുപോലെ തന്നെ വേണ്ടോ. അപ്പം ഇതൊരു വശവും കൂടി പൊരിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ഉണ്ടാവും. ഇതിലൂടെ പക്കുവട പോലെ ആയിട്ടുണ്ട് കുറച്ച്. അപ്പം ഇതായിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുക്കാം. വേണ്ട, ബാക്കിയും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിത് കട്ട്ലേറ്റിനെ പോലെ ആണെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം. നമുക്ക് ഏത് ഷേപ്പ് ഇഷ്ടം അതുപോലെ ആക്കാം കേട്ടോ. മല്ലിച്ചപ്പിട്ടുകൊണ്ട് മല്ലിച്ചപ്പിൻ്റെ ചുവയും മുട്ടയും ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വേഗം ആകും. എൻ്റെ ബ്രോക്കോളിയുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്.